My name is Arun Patel. ഗ്രാമീണ മേഖലയിൽ കൂടിയുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര ചെപ്പോളം കുറുക്കനാട് മലയിലേക്കാണ്. ആ മലയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇവിടെ എല്ലാം റംബൂട്ടാൻ തോട്ടാട്ടോ ഉണ്ടോ. താഴത്തെ വശത്ത് മംഗൂസിനും മുകളിലത്തെ വശത്ത് റംബൂട്ടാൻ തോട്ടമാണ് ഞാൻ ഈ കയറി പോകുന്ന വഴിക്ക്. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. ഇവിടെ ആരുണ്ട് പണിയനുണ്ട്. അപ്പോൾ ചോദിച്ചു നോക്കാം. എന്നായിരുന്നു പണി? എന്നായിരുന്നു പണി? ഈ യാതിയുടെ ചുവട്ടിലൊക്കെ ഇച്ചിരി വളയിട്ട് കൊത്തി മൂടുക ചെയ്തേ. മഴ പെയ്തല്ലോ അല്ലേ? മഴ. ജാതിയുടെ ചൂട്, പിന്നെ വാഴയുടെ ചൂട്. ചാണകപ്പൊടിയാണോ ഇട്ടല്ലേ? അല്ല, ചാണകപ്പൊടിയില്ല, രാസവളമായിട്ടത്. രാസവളം. പിന്നെ വാഴയുടെ ചൂടിലിട്ട് അതും രാസവളമായിട്ടത്. പിന്നെ കൊടി കഴിഞ്ഞ് ഈ വർഷം ഇട്ട കൊടി അത് കൊത്തി മൂടുക ചെയ്തേ. അതിന് വളമൊന്നും ഇട്ടില്ല. അത് മൊത്തം റംബൂട്ടാൻ തോട്ടല്ലേ? അത് മൊത്തം റംബൂട്ടാൻ തോട്ടാണ്. അത് ഈ തൊഴിൽക്കാരുടെ അങ്ങനല്ലേ. ഇപ്രാവശ്യം ഇതുണ്ടോ, ഇങ്ങോട്ട് കേടുണ്ടോ എന്തെങ്കിലുമൊക്കെ കൃഷിക്കൊക്കെ? ഇഞ്ചിക്കൊക്കെ താഴെ ഭാഗത്തേക്കൊക്കെ? ഇഞ്ചിക്ക് കേടാല്ലേ? ഇഞ്ചിക്ക് കേടാ. ഇഞ്ചി ഇങ്ങനെ പഴുത്ത് എനിക്ക് ഇതിൻ്റെ അത് 4-5 കണ്ടം ഉണ്ടായിരുന്നു. അത് മൊത്തം പോയി. അപ്പോൾ എൻ്റെ അയൽവക്കംകാരന് ഉണ്ടായിരുന്നു. അത് നല്ല ഇഞ്ചിയായിരുന്നു. അതും ഇതുപോലെ പഴുത്ത് ഇങ്ങനെ മൊത്തം പോയി. എവിടെയാ താമസിക്കണേ? എവിടെയാ? ഞാൻ താമസിക്കുന്നത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ താഴേന്ന് കയറി വരുന്നല്ലേ? നേരത്തെ ഇവിടെ ആയിരുന്നു താമസം? നേരത്തെ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഈ ഇവിടെ ഈ പറമ്പിരിക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ സ്ഥലപ്പേര് കുറുക്കനാടെന്നാ പറയുന്നത്. കുറുക്കനാടിന്റെ ഏറ്റവും മുകൾ വശം? അല്ലല്ല, കുറുക്കനാടിന്റെ ഇവിടുന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ഇവിടെ 1.5-2 കിലോമീറ്ററിന്റെ മുകളിലേക്ക് പോകണം. വഴിയുണ്ടോ അങ്ങോട്ട്? വഴിയുണ്ട്. ഇടയ്ക്ക് ഒരു ശകലം വഴി പോയി കിടക്കുക. ആൾക്കാർ താമസമുണ്ടോ? ഇല്ല, താമസമില്ല. എല്ലാവരും ഇറങ്ങി പോകുന്നു. അതിന് കാരണം എന്നാ? അല്ലെങ്കിൽ കാരണം എന്നാ വെച്ചാൽ ഒന്നാമത് ഉരുളുപൊട്ടൽ, ഭയപ്പാട്. രണ്ടാമത് അതാണ് ആദ്യം ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ 2 കൂട്ടുകാർ ഇറങ്ങിപ്പോകും. പിന്നെ ഞാനും തന്നെ കിടക്കുന്ന ആ രീതിയിൽ എല്ലാവരും റോഡ് സൈഡിലേക്ക് പോയി. അപ്പോൾ അതിന് നേരെ തൊട്ടപ്പുറത്താണ് പഴയ വിക്ടർ ജോർജ്. താഴെവശം വിക്ടർ ജോർജ് പോയി. അപ്പോൾ അന്ന് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഉരുളിങ്ങനെ ഞാൻ വന്നു പോയി. എൻ്റെ വീട് ഇതാണ്. ഇതിനോട് ചേർന്ന് ഇങ്ങനെ അങ്ങ് പോയത്, ഉരുള് പോയത്. അപ്പം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകൻ്റെ 2 പിള്ളേരുമായിട്ട് ഞങ്ങൾ അതിനകത്ത് താമസിച്ചത്. അന്നേരം ഞങ്ങൾ ചാടി ഇറങ്ങി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഈ അടുക്കളയുടെ ഭിത്തി ഇങ്ങനെ വിണ്ട് കീറിപ്പോയി. പിന്നെ ഈ മുറ്റ ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുകയാണ്. അപ്പോൾ അന്നിവിടെ റോയ്ക്കപ്പുറ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ റോയിൽ പോയി കണ്ടു. റോയ് എനിക്കൊരു പെരയ്ക്ക് അന്ന് അനുവാദം തന്നു. അന്ന് ഇതുപോലെ 4 ലക്ഷം 3 ലക്ഷം ഒന്നുമില്ല. അന്നേരം അന്ന് ഈ സിമെൻറ്റിന്, കമ്പിക്ക്, കട്ടയ്ക്കൊക്കെ അന്ന് വില കുറവാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നൊരു ശകലം സ്ഥലം മേടിച്ച് ഒരു വീട് പണിത് ഇവിടെയാണ് താമസം. സ്ഥലം എല്ലാം ഞങ്ങളുടെ അവിടെ വെണ്ണിയാലിലുണ്ട്, അതിൻ്റെ ഇപ്പുറത്തുണ്ട്. വെണ്ണിയാല സ്ഥലത്തിന് പട്ടയമില്ല, ഇപ്പുറത്തെ സ്ഥലത്തിന് പട്ടയമുണ്ട്. അതെ, കൊക്കോയും തെങ്ങും കവുങ്ങൊക്കെയാണ്. കൊടിയൊക്കെ പോയി. ഇതിൻ്റെ അകത്ത് തന്നെ മെയിനായിട്ടും കൃഷി? ഇതിനകത്ത് എല്ലാ കൃഷിയുണ്ട്. അതിനകത്ത് ജാതി പിടിക്കുമല്ലേ ഇവിടെ? ജാതി പിടിക്കും. ജാതി നന്നായിട്ട് പിടിക്കും. ബഡിയാതിയാണോ ഇത്? ബഡിയാതി. ഇതൊരു തോട്ടമാണ്. അത് അപ്പുറക്കാരുടെ സ്ഥലമാണ്. അത് അവർക്കാണ്ട് 80 ജാതിയുണ്ട്. 80 ജാതി? ഇതിൻ്റെ അകത്ത് 25 എണ്ണമുള്ളൂ. പിന്നെ കമുക്, തെങ്ങ്, കാപ്പി, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഏത് സീസണിലെ വില വന്നെ ഇവിടെ കല്ലുവാഴയ്ക്ക്? അത് വേനൽക്കാ. ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്കാണ് കല്ലുവാഴ കൂടുതലും കൊലയ്ക്കുന്നത്. കല്ലുവാഴ ഈ ഏരിയ കല്ലുവാഴ കൂടുതലുണ്ടല്ലേ? ഉണ്ട്. ഈ പാറയൊക്കെയുള്ള കല്ലുവാഴ കൂടുതലുണ്ട്. പിന്നെ ചിലർ ഈ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഭംഗിക്ക് വേണ്ടി ചെറിയ തൈകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ എന്നാ പഴമാണോ അല്ലെങ്കിൽ എടുക്കുന്നേ? ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ കല്ലാണ്. ആ കല്ലിൻ്റെ പുറത്തോട്ട് ചെറിയൊരു മാംസം ഉണ്ടെന്നുള്ളത്. അതിന് നല്ല മധുരമാണ്. അത് കഴിക്കാൻ പറ്റും? കല്ല് കഴിക്കാൻ പറ്റില്ല, അത് നമുക്ക് കഴിക്കാം. അത് കൂടുതലും കഴിക്കുന്നത് ഈ അണ്ണാന്, മരപ്പെട്ടിക്ക് വലിയ ഇഷ്ടമാണ്. മരപ്പെട്ടി ഇത് തിന്നേച്ച് കഴിഞ്ഞ് റോഡ് വഴി കൂടെ എല്ലാം ഇങ്ങനെ തൂറി വെച്ചിരിക്കുന്നത് കാണാം. മരപ്പെട്ടിക്ക് വലിയ ഇഷ്ടമാണ്. ഇതിനൊരു സീസണുണ്ട്.
ഇവിടെ ഒരു വീടിരിപ്പുണ്ട്. കമുകുന്തോട്ടാ. എല്ലാ പറമ്പും കാട് പിടിച്ച് കിടക്കും. പിന്നെ കാട്ടുമൃഗങ്ങൾ എങ്ങനെ കയറാണ്ടിരിക്കുന്നു. ആരും വെട്ടിത്തളിക്കില്ല. നല്ല ഒന്നാന്തരം കമുകും കൊടിത്തോട്ടാ. അത് കിടക്കണതാണ് കാട് പിടിച്ച്. ഇവിടെ എല്ലാം വീടുകൾ നല്ല അടിപൊളി വീട് ഉറങ്ങി കിടക്കണുണ്ട്. അങ്ങ് താഴെ നല്ലൊരു വീടായിരുന്നു, മൊത്തം നശിച്ചുപോയി. എന്തോരം കാശ് മുടങ്ങി, എന്തോരം പ്രയാസപ്പെട്ടായിരിക്കും. അന്ന് പണ്ടത്തെ കാലത്ത് ഇവിടെ വഴിയൊന്നുമില്ല, ഓഫ് റോഡാണ്. ജീപ്പ് മാത്രം കയറി വരുള്ളൂ, അതും ഫ്രണ്ടുള്ള ജീപ്പ്. ആ സമയത്ത് ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകൾ ഇട്ടിട്ടാണ് ഈ ഇറങ്ങിപ്പോയേക്കുന്നത്. നല്ലൊരു കയറ്റായത്. ഇവിടെ എല്ലാം ഉണ്ട്. എത്ര വീട് കിടക്കുന്നതെന്ന് ഇതെവിടെ ഉണ്ട്. പേടിയാവും അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടി. അത്രയ്ക്ക് ഇതായിട്ട് നടക്കുന്നത്. വേറെ ഒരു ലെവല് സ്ഥലം കേട്ടോ, ഭയങ്കര അപാര വ്യൂ ഉള്ള. നമ്മുടെ ഇവിടെയൊക്കെ ഒത്തിരി ടൂറിസം വികസിപ്പിക്കാൻ പറ്റിയ നല്ല ഏരിയകളാണ് ഇതൊക്കെ. ട്രെക്കിങ്ങിന് നല്ല ഇതെവിടെ ഒരു വീടുണ്ട്, ആൾത്താമസമൊന്നുമില്ല. ഒരു വീട് ഇരിപ്പുണ്ട്, ജനലില്ല, വാതിലില്ല, ഒന്നും തന്നെ ഇല്ല. മേൽക്കൂര എല്ലാം പോയി തുടങ്ങി. അങ്ങനെ എത്ര വീടുകളാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്നറിയോ, കൂട്ടി ആളില്ലാണ്ട്. കുറുക്കനാട് മല, കുറുക്കന്മാർ കൂടുതലാണ് പോലും. വഴി നിറച്ച് എന്തൊക്കെ വീണ് കിടപ്പുണ്ടല്ലോ. ഇവിടെ പെരുമ്പാമ്പോ കാട്ടുപന്നിയൊക്കെ കാണുമില്ല. ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് ഇതിലൊക്കെ അങ്ങ് ആൾക്കാർ നടന്നു പോയ വഴിച്ചാൽ കാണുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. എല്ലായിടത്തും ദേഹങ്ങളാണ്. കൊക്കോ, കാപ്പി, കശുമാവ്, മലയിഞ്ചി, കുരുമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. കുരുമുളക് ഇവിടെ ഒന്ന് ഉപ്പൂന്നിലെ പോലെ കുരുമുളകിന് വലിയ കേടില്ല. കൂയൊന്നും തിരിച്ചു പോകാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലമാണ് ഇത്. കുറുക്കനാട് മലയിൽ നിന്നും വെണ്ണിയാനി പോണ റൂട്ടിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നിറയെ കൊക്കോത്തോട്ട, സൈഡിൽ റബ്ബറൊക്കെ ഉണ്ട്. റബ്ബറിനൊക്കെ നല്ല പാലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു ചെടി, ഇത് പണ്ട് നാട്ടിലെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനം. ഇതുണ്ട്, ഈ ചെടി കണ്ടോ? ഇത് ചെടിയല്ല, ഇങ്ങനെ ആൾക്കാരിങ്ങനെ വേലിക്കൊക്കെ വെച്ചിരുന്ന ഒരു സാധനം. നല്ല പക്ഷികൾ കരയുന്നുണ്ട് കേട്ടോ. ഒത്തിരി പക്ഷികളുടെ പല പല ശബ്ദങ്ങൾ കേൾക്കാം. നല്ല രസമാണ്. ഈ മരത്തിൻ്റെ പേരാണ് പുന്ന. കണ്ടോ, ഇത് കായ്ക്കുന്ന സമയത്ത് പഴുത്ത് കഴിയുമ്പോൾ ഒത്തിരി പക്ഷികളെല്ലാം വരുന്നത് തിന്നാൻ വേണ്ടി. ഇത്രയും വലിയ പുന്നയൊക്കെ നാട്ടിൻപുറത്ത് ആദ്യമായിട്ട് കാണും. ഇവിടെ ഏലമുണ്ട്, പക്ഷേ ഏലത്തിന് വലിയ മെച്ചമില്ല. ഇവിടെ ഏലം 1-2 ഒക്കെ ഉള്ളൂ, തട്ട് തിരിയുന്നുള്ളൂ. ഒരു വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരുടെയും വീട്. ഇത് വഴി തീരെ മോശം. ഇതിൽ നമുക്ക് സ്കൂട്ടറിന് വരവ് നടക്കില്ല ഒരിക്കലും. ഇലക്ട്രിക് സ്കൂട്ടറിന് വന്നു കഴിഞ്ഞാൽ ഉള്ള ബാറ്ററി എല്ലാം അടിച്ച് കുറഞ്ഞ് തെറിച്ച് പോകും. ഓഫ് റോഡ് വഴിയാണ്. വഴി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വഴിയുണ്ട്, അത്രേ കാണത്തുള്ളൂ.
കുറുക്കനാട് മലയൊക്കെ ഇറങ്ങി നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ മഞ്ചുകല്ലിൽ നിന്ന് പെരിങ്ങാശ്ശേരി പോകുന്ന റൂട്ടിലുള്ള വഴിയായത്. പെരിങ്ങാശ്ശേരിയിൽ ഉപ്പുന്ന് പോകുന്ന റൂട്ടിലുള്ള വഴിയിലേക്ക് ചാടും. ഇവിടെ നിന്നാണ് വിക്ടർ ജോർജ് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. ഇതുണ്ട് ഇവിടുന്ന് നിന്നാണ് വിക്ടർ ജോർജ്. ഇതുണ്ട് ഇതേ മുകളിൽ നിന്നാണ് ഉരുൾ പൊട്ടി വന്നേക്കുന്നത്. ഇപ്പോൾ ഒന്നും കാണത്തില്ല, കാട് പിടിച്ച് കിടക്കുക. ഇവിടെ നിന്ന് താഴത്തേക്ക് പോയത് അന്നുണ്ടായ ഉറവയാണ്, അതിപ്പോഴും നിലച്ചിട്ടില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ സ്ഥലത്തെക്കുറിച്ചും വിക്ടർ ജോർജിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഉരുൾപൊട്ടലിനെക്കുറിച്ചും ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇലയ്ക്കടിയിൽ പുഴുക്കുഞ്ഞുങ്ങളിരിക്കണം കേട്ടോ. ഇതിനി ഇവിടെ പുഴുവിൻ്റെ സീസണാവുക നോക്കി. ഇനി ഇതിലേ വരുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. മരത്തിൽ നിന്ന് ഇങ്ങനെ നൂല് പോലെ മേത്തേക്ക് ചാടും. ഇങ്ങനെയുള്ള ട്രെക്കിംഗ് യാത്രകൾ ഗ്രാമങ്ങളിൽ കൂടി പോയി എവിടെ പോയാലും വെള്ളത്തിന് ക്ഷാമമില്ല. ഇതുണ്ടോ അങ്ങ് മോളിൽ നിന്ന് ഇത് ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. ഇല്ലി വെട്ടിയിട്ട് ഓസിന് പകരം നല്ല പറയാ തെളിഞ്ഞ വെള്ളം. നമ്മളെ ഇങ്ങനെ കുറുക്കനാട് മലയിലേക്കടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് പറമ്പിൽ പണിതുകൊണ്ടിരുന്ന സൈച്ചേട്ടനെ കിട്ടി. അപ്പോൾ സൈച്ചേട്ടൻ എന്നോട് പറഞ്ഞു മുകളിലേക്ക് കൊണ്ടുപോകാം, കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വേണ്ടി സൈച്ചേട്ടൻ ഇങ്ങനെ പോരാൻ തയ്യാറായിട്ട് നിൽക്കുക. ഞങ്ങൾ രണ്ടും അങ്ങനെ യാത്ര തുടരും. വന്നത്തെ ഈ നിൽക്കുന്നതാണ് മുട്ടപ്പഴം എന്നാണ് പറയുന്നത്. സൈച്ചേട്ടൻ നമുക്ക് പറിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടോ, നല്ല പഴമുണ്ട് ഇതിൽ, മുട്ടപ്പഴം. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള്, ഞാൻ ഇപ്പോൾ പൊളിക്കുന്നില്ല, വീട്ടിൽ കൊണ്ട് പൊളിക്കാമെന്ന് ഓർത്താൽ, ഇതിൻ്റെ ഉള്ള് മഞ്ഞ നിറത്തി മുട്ടയുടെ ഉണ്ണി പോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അടി കമൻറ്റ് ചെയ്യും. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് കേട്ടോ. ചുമ്മാ ഇങ്ങനെ തന്നെ പഴുത്തതാണ്, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഈ പള്ളി ഏറ്റവും മുകളിൽ ടോപ്പിലായിരുന്നു. അവിടെ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് പള്ളി, സീസപ്പള്ളി. ഇത് എത്ര വർഷം പഴക്കം കാണും ഇതിന്? ഒരു 40 വർഷം. 40 വർഷം. ഇപ്പോൾ ഇവിടെ കുർബാനയൊന്നുമില്ല അല്ലേ? ആരുമില്ല, എല്ലാവരും ഇറങ്ങിപ്പോയി. ചില മഴയുടെ അല്ല, പിന്നെ സാങ്കേതിക തടസ്സങ്ങൾ കൂടി ആൾക്കാർക്കൊരു സൗകര്യം കാണണല്ലോ. മക്കളെ പഠിപ്പിക്കണം, എല്ലാം വേണം, വഴി സൗകര്യമൊക്കെ കൊണ്ട് ഇറങ്ങിപ്പോയി. 40 വർഷം പഴക്കമുണ്ടല്ലേ? പിന്നെ അന്ന് എത്ര കുടുംബം ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടെ ഒരു 53 കുടുംബക്കാരുണ്ടായിരുന്നു. 53 വീടുകളെല്ലാം ഉണ്ട്, കാണിച്ചില്ല. ആ, ഇതെല്ലാം ഒരു പാപ്പര പറമ്പാണേ. ഇത് പഞ്ചസാര കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ. ആ, ഇവിടെ തേയില നട്ടതാണ്. തേയില ഉണ്ടായിരുന്നല്ലേ? ആ, ഇപ്പോഴുണ്ട് തേയിലുണ്ട്, കാണിച്ചില്ല. ഇത് നോക്കിയാൽ ഒരു മരം നിറച്ച് മണിപ്ലാന്റ് കയറി കിടക്കണേ. ഇത് എന്നാ മരം ഏട്ടാ ഈ മരം, ഈ മണിപ്ലാന്റ് കയറി കിടക്കണേ? ആ, പഞ്ഞിയാണോ? കണ്ടോ പുഴു കയറുന്നുണ്ട് കേട്ടോ. പുഴുണ്ട് കണ്ടോ? കുഴപ്പമില്ല. ഈ കാട് ഫുള്ളേ തെളിച്ചിട്ടാൽ തന്നെ ഈ മൃഗങ്ങളുടെ വരവ് കുറയും. ഈ കൊക്കോയൊക്കെ ഇങ്ങനെ നിൽക്കണമായിരിക്കും മലയെണ്ണ മഞ്ഞല്ലേ? തേയില എവിടെ, മുകളിലാണോ തേയില? ആ, പഴയ കാലത്തെ വീടിൻ്റെ ഒക്കെ അല്ലേ? അപ്പറേന്ന് ഇപ്പറേന്ന് നടന്ന് കയറാൻ പറ്റുന്ന കീറിയ കല്ലാന്ന് തോന്നുന്നു അല്ലേ? പാളിക്കല്ല ഫുള്ള് മൊത്തം. അതെ
ഇതാണ് ഞാൻ പറഞ്ഞ വീടിൻ്റെ വീട്. ഇതാണ് വീട്. ഒരു എത്ര വർഷം പഴക്കമുണ്ട്? ഒരു 90 വർഷം. 90 വർഷം. ഇതില്ലേ ഇതിൻ്റെ കല്ല് കല്ലല്ലേ? ഫുള്ള് കരിങ്കല്ലിന് കൊടുത്തേക്കണം. അന്ന് ഇതില്ലേ ഇവിടെ ആ ഇത് തട്ടക്കുഴന്ന് ചുവന്ന് കൊടുക്കുന്നതാണ് എന്നുണ്ടായി വീടാണ്. ഇതല്ലേ? അത് 80 വർഷം പഴക്കമുള്ളപ്പം ഒത്തിരി ആൾക്കാർ പണിയില്ലേ, ആ ഇതെല്ലാം കുമ്മായം സിമെൻറ്റ് ഇട്ടേച്ച് കുറച്ച് കിട്ടിയ സംഭവം. ഇവിടെ 7 പേരിലാണ് ഇവിടെ ഇതിൻ്റെ അതല്ലേ? ആ ഇത്രയും ചെറിയ വീട്ടിൽ, ഈ ചെറിയ വീട്ടിൽ. പാപ്പൻ ആണോ? പാപ്പൻ്റെ വീട് ഇതാണോ? അല്ല അതെ, ഈ താഴെ കാണണം. ആ ഓക്കെ. ഇറങ്ങിപ്പോയിട്ട് എത്ര നാളായി? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 6 വർഷമായി. 6 വർഷം. ഇതാണ് പേരക്കമാവ്. ഇതാണ് പേരക്കമാവ്. ഈ പേരക്കമാവല്ലേ ഞങ്ങൾ കയറിപ്പോ. ഈ പേരക്കമാവെന്ന് പറഞ്ഞാൽ മാങ്ങ മുറിച്ച മാങ്ങ, ആ അത് ചെത്ത് തൊലി ചെത്തണം, ആ ഇത് കഴിക്കണം. കഴിക്കുമ്പോൾ പേരക്ക ടേസ്റ്റ്. പേരക്കാമാവ്. പേരക്കമാവ് വലിപ്പമുണ്ടോ? അല്ലേ ചെറിയ വലിയ മാങ്ങയാണ്. ഒരു മാങ്ങ ഒരു 2 കിലോ അല്ല 2 എണ്ണം 1 കിലോ മിച്ചമുണ്ട്. ഉണ്ട്. ഇവിടെയാണ് നമ്മളെ പറ്റാത്ത വെള്ളമുള്ള ഓലിയുണ്ട് ഇവിടെ താഴല്ലേ? ഇത് നടന്ന് കയറി പോയി പറിക്കാലോ. കയറിപ്പോ. മലയണ്ണാൻ്റെ ശല്യം ഉണ്ടോ? ഉണ്ട്. ആ മലയാളം കാട്ടുപന്നിയുണ്ട്, കേഴയുണ്ട്. കേഴുണ്ട്. ആന മാത്രമില്ല. ആന എന്ന് വരുന്ന അറിയില്ലാണോ? എപ്പോഴും വരാം. അവർ സഞ്ചരിക്കാമല്ലോ. ഇത് പറ്റത്തില്ല അല്ലേ? ഈ വെള്ളം എപ്പോഴും ഉണ്ട്. ഇതുണ്ടോ അന്നത്തെ കാലത്ത് 80 വർഷം അന്നത്തെ ഇതില്ലേ ഈ കോൺക്രീറ്റ് കട്ടിങ്, ഇതാണ് നിങ്ങളുണ്ടോ ഇപ്പോഴും ആ പോറ്റ് ഇത്. ആ ഇവിടെ കോൺക്രീറ്റ് നിർത്തിയിട്ട് വെള്ളം പിടിച്ച് നിർത്തി താഴത്തേക്കൊക്കെ കൊണ്ടുപോകാറുന്നു ഓസിട്ട്. നമ്മുടെ ഒരു തൊട്ട് എവിടെയാണ്? ആ ഇവിടുന്ന് വെള്ളം നിൽക്കില്ലല്ലോ. ആണോ? ഇവിടെ ഉണ്ട്, ഇതുണ്ട്, സ്ഥലമുണ്ട്. ഒരിക്കലും പറ്റാത്ത ഒരു ജോലി. ഇത് ശരിയാക്കി എടുത്ത വെള്ളം നല്ല അല്ലേ? ഞാൻ വന്നപ്പോഴേ ഒരു പെരുമ്പാമ്പല്ലേ ഇവിടെ ഇരിക്കുകയാണ്. വെള്ളം കുത്താൻ വന്നോ ഇതിനകത്ത്. അതിൻ്റെ അതോ പെരുമ്പാമ്പ് ഇതിനകത്ത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഷൂ എന്ന് വെച്ചു. ഞങ്ങൾക്ക് ആരുമില്ലോ. ഒന്ന് നോക്കിയപ്പം വെള്ളം ഉടയ്ക്കുമ്പോൾ നോക്കിയപ്പോൾ ഇരിക്കുക. ഞാൻ എനിക്ക് സമയം ഞാൻ പോട്ടെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം കുത്തി അത് ചെറിയൊരു അന്നൊരു 50 കിലോമീറ്റർ മുകളിൽ കാണും. വെള്ളം കുടിക്കാൻ വന്നിട്ട് അവിടെ ഇരിക്കണം. ആ പുള്ളി ഇരുന്നു. ഞങ്ങളുടെ വെള്ളം കുത്തി ഇവിടെ പറഞ്ഞു. ചിലപ്പോൾ ഇര പിടിക്കാനും ആയിരിക്കും. എൻ്റെ അത് വെള്ളം കുടിക്കാൻ എൻ്റെ മേത്തേ എടുത്ത് കേടാനായിരിക്കും. എനിക്കുണ്ട്. അമ്മോ കാടെന്ന് പറഞ്ഞ കാട. കാപ്പിയാണോ? കാപ്പിക്കാട്. കൊടപ്പനയല്ലേ ഇത്? പഴയ നല്ല പഴക്കമുണ്ട്. ഇതിൻ്റെ അല്ലേ 100 എടുത്ത് അല്ലേ? 100 എടുക്കാറായതാണോ? അതെ. ആ പെരുമ്പാമ്പ് വല്ലതും കാണുമോ അതിൻ്റെ അകത്തൊക്കെ? ഇടയ്ക്ക് വന്ന് അല്ലേ? അമ്പോ കട്ടിലൊക്കെ. ഇതാണ് പഴയകാലത്തെ ഒരാള്. ആ അതെ ഇടിയൂറില്. ഇത് മറ്റേ തടിയുടെ അല്ലേ? ഇവിടുത്തെ അപ്പൻ. ഓക്കെ ഓക്കെ. ആ ഞാൻ കല്ലിൻ്റെ കണ്ടിട്ടുണ്ട്. തടിയുടെ ആദ്യമായിട്ടാ. ഇതാണ് തടി. തടിയല്ലേ? ഇത് എന്നാ തടി? ഇത് കുമ്പിള്. നമ്മളിപ്പോൾ ഇനി എവിടെ പോലും നാരങ്ങ ഉപ്പൂന്ന് ചെന്നപ്പോൾ ബംബ്ലൂസ് നാരങ്ങയായിരുന്നു. ഇവിടെ കരുനാരങ്ങ. ഈ കരുനാരങ്ങയ്ക്ക് വേറെ ഒരു പേരില്ലേ? വടുകപ്പുളി. ആ ഓക്കെ ഓക്കെ. വടുകപ്പുളി നാരങ്ങ. ഇതാണ് കടുകപ്പുളി. നിങ്ങൾ പറിക്കുമല്ലേ? ആ പറിക്കുക. അത് പറിക്കും. കൊമ്പുണ്ടോ? കൊമ്പുണ്ടെങ്കിൽ അത് പറിക്കും. കയറണ്ട. നമുക്ക് പറിക്കാം. ആ കമ്പ് കിട്ടിയാൽ മതി. പന്നിയല്ലേ? ആ 1. ഇതാണ് കടുകപ്പുളി എന്ന നാരങ്ങ. നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ അച്ചാറിട്ട് കഴിക്കാൻ പറ്റിയ സാധനം ഇത്.
സ്മെല്ല് ഭയങ്കര. ചെത്തിയിട്ട് വാട്ടി പിഴിയണം. പിഴിഞ്ഞിട്ട് മല്ലി മുളകും വറുത്തരയ്ക്കണം. എന്നിട്ട് പന്നിയിറച്ചി കറി പോലെ വറുത്തരച്ച് കറി വേണം. അടിപൊളി ചൂട് ചോറും. താഴത്തേക്ക് പോയാൽ കൊട്ടക്കകത്ത് ചൂരക്കൊട്ടക്കകത്ത് വലിച്ചേറ്റിക്കൊണ്ട് വന്നാൽ നല്ല ഇത്രയും നല്ല ക്ലിയർ കപ്പളങ്ങ പപ്പായ മരം നമ്മുടെ നാട്ടിൽ കിട്ടുമോ? കിട്ടൂല. നിറച്ച് ഇവിടെ കിട്ടും. നാട്ടിൽ ഭയങ്കര താഴെ അസുഖമാണ്. ഇതുണ്ട് മുള്ളമ്പന്നി തിന്നാന്നാ ഈ ചേട്ടൻ പറയുന്നത്. നോക്കി തെങ്ങിൻ്റെ ചൂട് വരെ കാർന്ന് നിന്നേക്കുക. എന്നെ കറുപ്പാന്ന് നോക്കിയല്ലേ, നല്ല വളക്കോറുള്ള മണ്ണ. നോക്കി ഈ വനത്തിലൊക്കെ ഉള്ള കൂട്ട് മണ്ണ്, നല്ല സൂപ്പർ കപ്പയൊക്കെ നട്ട നല്ല. ഇല്ലില്ല, പാമ്പിനെയൊന്നും പേടിയില്ല. ഓടൂല. ഓടൂല. വരുമോ സൈസ് പാമ്പ്? രാജവമ്പാല കാണും അല്ലേ? ആനപ്പുണ്ടല്ലേ? ഇത് അണ്ണാൻ കൂടാ. അത് കോമഡി. ആനപ്പിണ്ടം കിടക്കണല്ലേ? പയ്യങ്ങ് വരാം. പന്നിയാണോ ഇത് പൊയിച്ചേക്കണേ ചേട്ടാ? ഈ തേങ്ങ പൊയിച്ച് നിന്നേക്കണേ ഇത് മുള്ളനാണോ? തേങ്ങ പൊതിച്ച് നിന്നേക്കണ നോക്കി. എന്നിട്ട് അവൻ കാർന്നൊക്കെ നോക്കിയതേ അവൻ്റെ പല്ലിൻ്റെ പവർ നോക്കി. എത്ര വർഷം മുമ്പുള്ള കൃഷിയായിരിക്കും ഈ തേയില? നമുക്ക് പറയാൻ പറ്റില്ല, 100 വർഷം ഇതുണ്ടോ? അന്ന് ബ്രിട്ടീഷുകാർ വെച്ചിട്ട് ഇപ്പം ഇത് നോക്കി മരം പോലെയായി. ഈ നിൽക്കണതാണ് കുറുക്കനാട് തേയിലക്കാട്. പണ്ട് ഇവിടെ കമ്പനിപ്പടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പണ്ട് പഞ്ചസാര കമ്പനി ഉണ്ടായിരുന്നു. ആ പഞ്ചസാര കമ്പനി തുടങ്ങാൻ വന്ന ബ്രിട്ടീഷുകാർ വെച്ച് നോക്കിയതാണ് ഇവിടെ തേയില. അതിനുശേഷം അത് ആരും പിന്നെ വെട്ടാനൊന്നും വന്നില്ല. ഇപ്പോൾ ഇവിടെ തേയില വനം പോലെ ആയിരിക്കുക. നോക്കി ഫുള്ള് തേയിലയാണ്. ഇതാണ് തേയില. നമ്മളെടുക്കുന്ന ഇതില്ല ഏറ്റവും ടോപ്പ് ഇത്. ഇത് നമ്മൾ ഇത്ര എൻ്റെ ഇച്ചിരി പുറത്ത് പോയി ഇതെടുക്കുക. ഇങ്ങനെ ഇത് മൂന്നാറിലാണെങ്കിൽ എന്തൊരു പൊക്കം കാണും അല്ലേ? നമ്മളെ ഇതിൻ്റെ ഇത്രയും പൊക്കം കാണുള്ളൂ. ഇതല്ലേ ഇത് പഴയ കാലത്ത് നമ്മളെ വീട്ടിലുള്ള ഇങ്ങനെ അന്ന് പട്ടിണിയല്ലോ, ഇങ്ങനെ തിരുമ്മി വയ്ക്കും. തിരുമ്മി വെച്ച് ഒരു മൊത്തമാക്കി വയ്ക്കും. വെളുത്ത് ഉണങ്ങിയപ്പോൾ സാധനങ്ങൾ പിടിക്കും. ഇത്ര ഇട്ടാണ് നല്ല ടേസ്റ്റാണ്. മൊത്തം വയ്ക്കും. ആ തേയിലയുടെ അല്ലേ ഒരു ചെറിയൊരു ഇതുണ്ട് നമ്മുടെ മുകളിലേ. മുകളിൽ ഇവിടെ പണ്ട് ഈ ആന പിടിച്ച കുഴി ഉണ്ടോ? ആനനെ പിടിക്കുന്നല്ലേ? വർഷങ്ങൾ മുമ്പ്. അന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ നമ്മളെ പറമ്പ് അവിടെ ഇങ്ങനെ ഒരു കോനയാണ്. അപ്പം നടന്നു വരുമ്പം 2 കുഴിയുണ്ട്. 2 കുഴി. അപ്പം അമ്മ അമ്മേ ഇതന്നെ അമ്മ കുഴി വെച്ചു. അമ്മ പറഞ്ഞു ആനയെ പിടിച്ചാൽ പറഞ്ഞു. ഇതിനകത്തങ്ങനെ അമ്മ ആനയെ പിടിക്കാന്ന് വെച്ചു. അങ്ങനെയല്ല മോനെ, ഇത് 2 കുഴിയുണ്ട്. 2 കുഴി. ആ മതിയാ കുഴി ഇങ്ങനെ വാരി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ അമ്മ പറഞ്ഞേ. ആ കുഴി ഇപ്പോഴും നമ്മളെ ഒരു ഇത്ര ഒപ്പമുണ്ട് കുഴിയുണ്ട് ഇപ്പോഴും. വാരിക്കുഴി എന്ന് പറയാം. 2 കുഴിയുണ്ട് അവിടെ. നടന്നു പോയി. അപ്പോൾ ഒത്തിരി വീതിയില്ല. നടന്നു വരുമ്പം കെണിയാണല്ലോ. ആ കുഴി ഇപ്പോഴും ഉണ്ട് നമ്മളെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഇവിടെ ആന ഉണ്ടായിരുന്നു. ഒരു 200 വർഷമൊക്കെ പഴക്കമായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ നാടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. നമ്മൾ ഇങ്ങനെ കാട് പിടിച്ച് പറമ്പൊക്കെ കിടപ്പുണ്ടെങ്കിലും ഒത്തിരി ഇങ്ങനെ നടുക്ക് കുഴി. അപ്പം നമ്മളെ അമ്മ ഇതെല്ലാം അമ്മ ചോദിച്ചാൽ പറഞ്ഞു ആനയെ പിടിച്ചാൽ പോലെ ഓ അമ്മയെന്ന് പറഞ്ഞു. അതെ, ഇപ്പം 2 കുഴി അടുത്തുണ്ട്. അപ്പോൾ ഈ അന്നൊക്കെ ഈ അപ്പനൊക്കെ പറഞ്ഞു കേട്ടെന്ന് പറയും, പിന്നെ കോടനാടുന്ന് ആൾ വന്ന് ഈ കുഴപ്പനയുടെ കൈ വെട്ടി പിരിച്ച് കാറുണ്ടാക്കി പിടിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയില്ല കേട്ടോ, അറിയില്ല. ഇതെല്ലാം ചരിത്രം. കാലം എന്ന് പറഞ്ഞാൽ ശരിയാത്. ആ കുഴിയുണ്ട് അവിടെ, വലിയ 2 കുഴിയുണ്ട് ഇങ്ങനെ. ഒരു ഇപ്പോൾ ഒരു ഇത്ര കാണും കുഴി. അത് പോയി കാണും. നമ്മളെ പറഞ്ഞ ആ കുഴി ഉണ്ടാക്കി വെച്ചേക്കണേ ഏറ്റവും മുകളിൽ വശം അല്ലേ? ഇത് തള്ളൂരി പോവുക. നമ്മളിപ്പോൾ പോകുമ്പോഴത്തേക്കും സന്ധ്യയാവും. പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ കാട്ടുകുന്നി ഇറങ്ങും. പണിയാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ നാടുകളിലൊക്കെ പറമ്പുകളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടപ്പുണ്ടെങ്കിലും അതിനുള്ളിലൊക്കെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന
മുകളിൽ ഒരു പള്ളിയുടെ തറയുണ്ട്, പള്ളിത്തറയുണ്ട് മുകളിൽ പള്ളിയുടെ തറ. അപ്പോൾ ചിലപ്പം ഇവിടെ ഒരു വലിയ പള്ളിയുടെ തറയുണ്ടല്ലേ? കുറച്ച് കയറി പോകണം. ഇനി വരുമ്പോൾ നമുക്ക് കയറിപ്പോവാം. ചരിത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, ഒത്തിരി ചരിത്രങ്ങളുണ്ട്. നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. സന്തോഷം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ നല്ല ഗ്രാമവിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും.